ഛത്തീസ്ഗഡിന്റെ സംസ്ഥാന മൃഗമാണ് വൈൽഡ് വാട്ടർ ബഫല്ലോ. ഇന്ത്യയിലെ കരയിലെ സസ്തനികളിൽ വലിപ്പത്തിൽ മൂന്നാമത്തെ സ്ഥാനമാണ് വൈൽഡ് വാട്ടർ ബഫല്ലോയ്ക്കുള്ളത്. ചൈന, ഇന്ത്യ, ദക്ഷിണേന്ത്യ എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖല, ഉപ ഉഷ്ണമേഖലാ വനങ്ങളിൽ കാണപ്പെടുന്നു. ഇരട്ടക്കുളമ്പുള്ള ഇവ ഇന്ത്യയിൽ കൂടുതലും കാസിരംഗ ദേശീയ ഉദ്യാനത്തിലും മധ്യേഷ്യയിലും അസാമിലും കാണപ്പെടുന്നു. മേഘാലയ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് ഇവയെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നീളമുള്ള മുഖവും ചെറിയ ചെവിയും ചെളിയിൽ താഴുന്നത് തടയാൻ കാലുകൾക്ക് വീതിയുള്ള കുളമ്പുകളുമാണ് ഇവയുടേത്. കറുത്തു വളഞ്ഞു പരന്ന കൊമ്പുകളും ചാരനിറവും ദേഹത്തെ രോമ കൂടുതലും ഇവയെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. വലിയ കൊമ്പുകളാണ് ഇതിനുള്ളത്. കൊമ്പിന്റെ വലിപ്പത്തിൽ ലോകത്ത് 3-ാം സ്ഥാനമാണ് ഇവയ്ക്കുള്ളത്. വൈൽഡ് വാട്ടർ ബഫല്ലോ 2 തരത്തിൽ കൊമ്പുകളുള്ള ഇനങ്ങളുണ്ട്. ഒന്നിന്റെ കൊമ്പ് അർദ്ധവൃത്താകൃതിയിൽ മുകളിലേക്ക് വളഞ്ഞ് തമ്മിൽ കൂട്ടിമുട്ടുന്നത് പോലെയാണ്. മറ്റൊന്നിന്റെ കൊമ്പ് മുകളിലേക്ക് പൊങ്ങിയ ശേഷം അകത്തേക്ക് വളഞ്ഞിരിക്കുന്നു. ആൺമൃഗം പെൺമൃഗത്തേക്കാൾ വലുതാണ്. ഓടിച്ചെന്ന് ശത്രുക്കളെ മസ്തിഷ്കം കൊണ്ട് ഇടിച്ച് ആക്രമിക്കുന്നതാണ് ഇവയുടെ രീതി. ആക്രമിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഇവ മുക്രയിട്ടുകൊണ്ട് കാൽ നിലത്ത് ചവിട്ടുകയും ആക്രമണ സന്നദ്ധമായി തലയാട്ടുകയും ചെയ്യുന്നു. പരമാവധി മണിക്കൂറിൽ 30 മൈൽ വേഗതയിൽ ഓടാനുള്ള കഴിവുണ്ട്. കടുവ, പുള്ളിപ്പുലി, സിംഹം, മുതല, മനുഷ്യൻ എന്നിവ ഇവയെ നിരന്തരം വേട്ടയാടുന്നു. മാംസത്തിനും കൊമ്പുകൾക്കും ആചാരപരമായ ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് മനുഷ്യൻ ഇവയെ വേട്ടയാടുന്നത്. ഇവയ്ക്ക് അധികം വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ലാത്തതിനാൽ ചൂടിനോട് വളരെ സെൻസിറ്റീവാണ്. കൂടാതെ സ്വയം ശരീരം തണുപ്പിക്കാനും മറ്റു മൃഗങ്ങളുടെ കടി തടയാനും പലപ്പോഴും ചെളിയിൽ കിടന്നുറങ്ങുന്നു. ചെളി ലഭ്യമല്ലാത്തപ്പോൾ ഇവ വെള്ളത്തിൽ മുങ്ങി താഴുന്നതും കാണാം. ദിവസം മുഴുവൻ മൂക്കിന്റെ ദ്വാരം വരെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. സസ്യഫുക്കുകളാണിവ. പുല്ലുകൾ, ഔഷധ സസ്യങ്ങൾ, ജലസസ്യങ്ങൾ, ഇലകൾ എന്നിവ കഴിക്കുന്നു. പുല്ലാണ് ഇവയുടെ ഇഷ്ടഭക്ഷണം. ലോകത്തിലെ പാലിന്റെ 5% ഇവ നൽകുന്നു. 29 വർഷമാണ് ഇവയുടെ ആയുസ്. പെൺമൃഗം സാധാരണയായി 2 വർഷത്തിലൊരിക്കൽ പ്രസവിക്കുന്നു. ഇവ 1-2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. ഗർഭകാലം 10 അല്ലെങ്കിൽ 11 മാസം നീണ്ടു നിൽക്കും. ജനിക്കുമ്പോൾ കുട്ടിക്ക് 35 മുതൽ 40 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. 6 മുതൽ 9 മാസം വരെ മുലയൂട്ടുന്നു. ആൺകുഞ്ഞുങ്ങൾ 3 വർഷം കൂട്ടത്തിനൊപ്പം തുടരും. അതേസമയം പെൺകുഞ്ഞുങ്ങൾ സാധാരണയായി ജീവിതകാലം മുഴുവൻ കൂട്ടത്തിൽ തുടരും. വംശനാശ ഭീഷണി നേരിടുന്നവയാണിവ. ആവാസ വ്യവസ്ഥയുടെ നഷ്ടമാണ് ഇവയുടെ നിലനിൽപ്പിനുള്ള ഭീഷണി.